ഹായ് മക്കളെ, +1 മാത്സ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. 25-ാം തീയതി +1 മാത്സ് എഴുതുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള +2 കുട്ടികൾ, ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾ, +1 എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാം, കാരണം നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം +1-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഇതുവരെ വന്നുകൊണ്ടേയിരിക്കുന്നത്. സോ മാത്സിന് അത്തരത്തിലുള്ള ഡിഫിക്കൽട്ടി ലെവലിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ പറയാം, ഇപ്പോൾ വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറേ ക്വസ്റ്റ്യൻസുകൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ നിന്നൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അഡീഷണൽ ലെവൽ ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലിമിറ്റ്സിലൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ +2 ആയിട്ട്, കാരണം +2 നമുക്ക് പഠിക്കുന്നതാണ് ലിമിറ്റ്സ്, ഓൾറെഡി കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ +2 പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പോലും കണക്ഷനുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, +1 ഈ വന്ന മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ +1-ന്റെ മാത്സ് എക്സാം എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മിഡിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിലായിരിക്കും ക്വസ്റ്റ്യൻ നിൽക്കുക. അതായത് ഇവർ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 15-20% ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും +1 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ട്, ഡിഫിക്കൽട്ടിക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് +1 എങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ടോട്ടലി 14 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ടോട്ടൽ നമുക്ക് 14 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 14 ചാപ്റ്റേഴ്സ് 5 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വളരെ സിമ്പിളായിട്ട് 5 ദിവസം കൊണ്ട് പഠിക്കാം എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് തിയറിറ്റിക്കൽ ലെവലിൽ നമുക്ക് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എക്സാം അടുത്ത് നിൽക്കുകയാണ്. ഇനി പഠിക്കേണ്ടത് നമുക്ക് ഫാസ്റ്റ് ട്രാക്കിലാണ് നമുക്ക് പഠിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് 14 ചാപ്റ്റേഴ്സ് എക്സാമിന് വരുന്ന 60-ൽ 60 അല്ലെങ്കിൽ ഒരു 55+ മാർക്ക് നമുക്ക് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സീരിയസ് ക്ലാസ് ഈ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. നമുക്കറിയാം +2-ന് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിരുന്നു. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞതിൽ ഒരുപാട് കമൻറ്റ്സ് അയച്ചതിൽ വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ +1-ന്റെ റെഗുലർ കുട്ടികൾക്കും അതുപോലെ തന്നെ +2 എഴുതുന്ന ഇംപ്രൂവ്മെന്റ് പേപ്പർ, ദാറ്റ് ഈസ് മാത്സ് പേപ്പറിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ്സുകൾ നാളെ മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സ് ബിയുടെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട നോട്ട്സും അതുപോലെ തന്നെ സ്ലൈഡുകളും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ക്ലാസിന്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മാത്സ് ബിയുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നിങ്ങൾ തരണം, കാരണം നിങ്ങൾക്ക് അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇനി വരുന്ന ക്ലാസ്സുകൾ വരുന്നത്. ഏകദേശം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളാണ്. പരമാവധി 14 ചാപ്റ്റേഴ്സും എഫക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ എക്സാമിന് വരും എന്ന് ഉറപ്പുള്ള 100% അറിയാം. ഇപ്പം ഞാൻ 14+ ഇയറായി മാത്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം എങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരും എന്നുള്ളതിനെ കുറിച്ച് ഏകദേശ ധാരണ എനിക്കുണ്ട്. ആ ധാരണ വെച്ചുകൊണ്ട് തന്നെ മാക്സിമം കവർ ചെയ്തുകൊണ്ട് 5 ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് തന്നെ ക്ലാസ് തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നിങ്ങൾ ആദ്യമേ തരിക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്കിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഞാൻ എത്തിച്ചു തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ വെച്ച് കാണാം. ബൈ.